3 പതിറ്റാണ്ടിലധികം നീണ്ട തന്റെ സിനിമാ ജീവിതത്തിലൂടെ മലയാളിക്ക് സുപരിചിതനായ ബൈജു എഴുപുന്നൻ സംവിധാനം ചെയ്ത കൂടോത്രം എന്ന ചിത്രം പ്രേക്ഷക ശ്രദ്ധ നേടുന്നു. ഹാസ്യവേഷങ്ങളിലൂടെ ആരാധകരെ നേടിയ താരം ഈ ചിത്രത്തിൽ ബാവച്ചൻ എന്ന അച്ഛൻ കഥാപാത്രത്തിലൂടെയാണ് പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കിയിരിക്കുന്നത്. സിനിമയുടെ വിജയവും വിശേഷങ്ങളും പങ്കുവയ്ക്കുന്നതിനായി അദ്ദേഹം അണിയറ പ്രവർത്തകർക്കൊപ്പം എറണാകുളം പ്രസ് ക്ലബ്ബിൽ വാർത്താസമ്മേളനം നടത്തി. കൂടോത്രം എന്ന് പറഞ്ഞ സിനിമ 13-ാം തീയതി കേരളം എമ്പാടും അതുപോലെ തന്നെ നമ്മുടെ UAE, കർണാടക ഇത്രയും സ്ഥലങ്ങളിലാണ് നമ്മൾ റിലീസ് ചെയ്തത്. തുടക്കം കുറച്ച് കളക്ഷൻ കുറവാണെങ്കിൽ പോലും അഭിപ്രായത്തിൽ നമ്മൾ ഒന്നാമത് വന്നു എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ച് ഏറെ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യം. ഇപ്പോൾ നമ്മൾ തിയേറ്ററുകളിൽ എല്ലാ സ്ഥലങ്ങളിലും തന്നെ കുടുംബ പ്രേക്ഷകർ ഈ സിനിമ ഏറ്റെടുത്തു. കാര്യം ഇന്നലെ മുതൽ എല്ലാ തിയേറ്ററുകളിലും മാക്സിമം ഫാമിലീസാണ് ഈ സിനിമ കാണുന്നത്. അത് എന്നെ സംബന്ധിച്ച് ഒരുപാട് പേര് എന്നെ പേഴ്സണലായിട്ട് വിളിച്ചു പറയുന്ന രണ്ട് മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന്, വാവച്ചൻ എന്ന് പറയുന്ന ഞാൻ ചെയ്ത ഒരു കഥാപാത്രത്തെക്കുറിച്ച് കൂടുതൽ പറയുന്നുണ്ട്. കാര്യം ഇത്രയും വർഷങ്ങൾ, 36 വർഷം സിനിമ ചെയ്തതിൽ ഒരുപാട് കഥാപാത്രങ്ങൾ അങ്ങനെ അത്രയും പ്രേക്ഷകർ സ്വീകരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എങ്കിൽ പോലും കുമ്പളങ്ങി നേഴ്സ്, ട്രാഫിക് ഇങ്ങനെയുള്ള സിനിമകൾ ചെയ്തപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് വിളിയും കാര്യങ്ങളും വന്നതാണ്. കൂടോത്രം വാവച്ചൻ എന്ന് പറഞ്ഞൊരു കഥാപാത്രം കുടുംബ പ്രേക്ഷകരെക്കാൾ കൂടുതൽ കുടുംബ പ്രേക്ഷകർക്കൊപ്പം തന്നെ കുടുംബത്തിലുള്ള അച്ഛന്മാർക്ക് ഒരുപാട്, അതായത് പിതാക്കന്മാർക്ക് ഭയങ്കരമായിട്ട് അവർക്ക് ഇമോഷണൽ കണക്റ്റ് ആകുന്നു. എന്നെ ഒരുപാട് പേര് വിളിച്ചത് താൻ ഞങ്ങളെ കരയിപ്പിച്ച് കളഞ്ഞു. അപ്പം ഞാൻ ചോദിക്കും, എന്താണ് കരയിപ്പിച്ചതെന്ന് ചോദിക്കുമ്പോൾ വാവച്ചനായിട്ട് എനിക്ക് ഞാനാണെന്ന് തോന്നുന്നു എന്ന് പറയുന്നതാണ്. ഒരു സിനിമയുടെ കണ്ടന്റ് എന്നുള്ളത്, ഒരു സിനിമ ഞാൻ 13 വർഷത്തിന് ശേഷം KQ എന്ന് പറഞ്ഞൊരു സിനിമ, അതിൻ്റെ സംവിധാനവും നിർമ്മാണവും നമ്മൾ തന്നെയായിരുന്നു. അതേപോലെ 13 വർഷത്തിന് ശേഷമാണ് ഒരു കണ്ടന്റ് അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് എടുത്ത് നിർമ്മിച്ച് സംവിധാനം ചെയ്യുന്ന ഒരു സിനിമ എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് ഈ 12 വർഷവും എന്തുകൊണ്ടാണ് KQ സ്വീകരിക്കാതെ പോയെന്നുള്ള നല്ല ബോധ്യമുണ്ടായിരുന്നു. കാരണം 13 വർഷങ്ങൾക്ക് മുമ്പ് അതിനകത്ത് ഞാൻ ഫസ്റ്റ് ഡയറക്ഷൻ ചെയ്യുന്ന സിനിമ, അത് 2 ലീഡാണ് ഞാനും ആൻസൺ പോളും. അന്ന് പ്രേക്ഷകർ കണ്ടന്റിനേക്കാൾ കൂടുതൽ നമ്മൾ ആ ടൈമിലുള്ള ഇപ്പോഴുമുള്ള സൂപ്പർ സ്റ്റാറുകളുടെ പടം അല്ലെങ്കിൽ അങ്ങനത്തെ സിനിമകൾ മാത്രം കൂടുതൽ കാണുന്ന ഒരു സമയമായിരുന്നു. ഇന്നത്തെ പ്രേക്ഷകരെന്ന് പറയുന്നത് കണ്ടന്റ് നല്ലതാണെന്നുണ്ടെങ്കിൽ, അതായത് അതിൽ അഭിനയിക്കുന്നവരാരാണെന്നുള്ളതൊന്നും നോക്കത്തില്ല. ആ കണ്ടന്റ് നല്ലതാണെങ്കിൽ ജനം 2 കൈ നീട്ടി സ്വീകരിക്കുന്നു എന്നുള്ള ഒരു വലിയ നല്ല സമയമായതുകൊണ്ടാണ് ഇത്രയും റിസ്ക് എടുത്ത് ഞാൻ ആ സിനിമയിൽ എനിക്ക് വൻ നഷ്ടമുണ്ടായ ഒരു സിനിമയാണ്. വീണ്ടും ഒരു സിനിമ നിർമ്മാണം ചെയ്യുമ്പോൾ അത് എന്നെ സംബന്ധിച്ച് അതിൻ്റെ സ്ക്രിപ്റ്റ് ഭയങ്കര വാല്യൂ ആയിരുന്നു. ഞാൻ സന്തോഷ് ഇടുക്കി ഈ കൂടോത്രത്തിൻ്റെ സബ്ജക്റ്റ് ഒന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അതിനകത്ത് ചെയ്യാൻ തോന്നിയ 2 ഘടകങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാത്തരം പ്രേക്ഷകർ, പ്രത്യേകിച്ച് ഫാമിലി ഓഡിയൻസ് വരുന്ന ടൈപ്പ് ഓഫ് ഒരു സബ്ജക്റ്റ്, ഒരു ഇമോഷണൽ കണക്റ്റഡ്. അത് ഞാൻ വാവച്ചൻ എന്ന് പറഞ്ഞ കഥാപാത്രവും അദ്ദേഹത്തിൻ്റെ കുടുംബവും പിന്നെ അതിനായിട്ട് കണക്റ്റായിട്ട് നിൽക്കുന്ന ബാക്കി ക്യാരക്ടേഴ്സും പ്രേക്ഷകർ സ്വീകരിക്കുമെന്നുള്ള ഉറപ്പായത് കൊണ്ട് തന്നെയാണ് അത്രയും ബഡ്ജറ്റിലോട്ട്, വലിയ ബഡ്ജറ്റാണ്, ചെറിയ ബഡ്ജറ്റിലോട്ടുള്ള കുഞ്ഞു സിനിമയാണെങ്കിൽ ബഡ്ജറ്റ് വന്ന് ഭയങ്കര ഹൈ ആണ്. ആ സിനിമ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം. അപ്പോൾ അത് എടുത്ത് ചെയ്തത് ഒരു വലിയ റിസ്ക് ആയിരുന്നു. പക്ഷേ എൻ്റെ ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് സിനിമ കണ്ടന്റ് നല്ലതാണെന്നുണ്ടെങ്കിൽ ജനം സ്വീകരിക്കുമെന്നുള്ളതായിരുന്നു. ആദ്യ ദിവസത്തെ ചില നെഗറ്റീവ് പ്രചരണങ്ങൾ, അതായത് റിവ്യൂസ് എന്നെ വല്ലാതെ മാനസികമായിട്ട് എന്നെ ഭയങ്കരമായിട്ട് അടിപറ്റിപ്പോയി. കാരണം എന്ന് പറഞ്ഞാൽ സിനിമ കാണാതെ ഒരു സിനിമ ഇറങ്ങുമ്പോൾ അത് ടാർഗറ്റ് ചെയ്ത് അടിക്കുന്ന ഒരു നെഗറ്റീവ്സ് ഉണ്ട്. കാര്യം നമ്മൾ തന്നെ വിശ്വാസവും അന്ധവിശ്വാസവും തമ്മിലുള്ള ഒരു കാര്യമാണ് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് തിരിച്ചറിഞ്ഞ് ജനം വീണ്ടും കുടുംബസമേതം തിയേറ്ററിലോട്ട് ഇപ്പോൾ കയറി നല്ല രീതിയിലേക്ക് പോകുന്നു എന്നറിയുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം എന്നെ സംബന്ധിച്ച് ഭയങ്കരമായിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ ഇമോഷണൽ കണക്റ്റഡ് ആയിട്ട് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സിനിമ വിജയിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാത്തരം പ്രേക്ഷകരും വന്നാൽ മാത്രമേ, ആസ് എ തിയേറ്റർ ഓണർ എന്നുള്ള നിലയിൽ എങ്ങനെയാണ് ഒരു തിയേറ്ററിലോട്ട് ആൾ വരണേന്ന് അറിയാം. നമ്മുടെ എല്ലാത്തരം ഓഡിയൻസും, പ്രത്യേകിച്ച് കുടുംബത്തിലുള്ള അച്ഛനും അമ്മമാരെയും ഏറ്റവും കൂടുതൽ ഇമോഷണൽ കണക്റ്റ് ആവുന്ന സബ്ജക്റ്റുകൾക്ക് മക്കളും അടങ്ങുന്ന എല്ലാവരും വരും. അപ്പോൾ അങ്ങനെ ഒരു സബ്ജക്റ്റ് സെലക്ട് ചെയ്തു. അത് കാണുന്നവരെല്ലാം ഗംഭീരമായിട്ട് അഭിപ്രായം പറയുന്നുണ്ട്. പെർഫോമൻസ് സൈഡാണെങ്കിലും ഡയറക്ഷൻ സൈഡാണെങ്കിലും കോ ആക്ടേഴ്സ് ആണെങ്കിലും ആ സ്ഥലമാണെങ്കിലും ഇടുക്കിയിൽ ഇതുവരെ കാണാത്ത അത്രയുമായിട്ടുള്ള വെള്ളിമല, ഈ സിനിമ കണ്ടാൽ വെള്ളിമലയിലേക്ക് ചെല്ലാനായിട്ട് തോന്നും ഈ ഒരു സിനിമ കാണുമ്പോൾ. അങ്ങനെ ഒരു സിനിമയാണ്. ദൈവകൃപയാൽ അത് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്.
ഇനി എന്താ പറയുക, പ്രേക്ഷകർ ഇങ്ങനെയുള്ള സിനിമകളെ ഏറ്റെടുക്കണം. കാര്യം എല്ലാ കുടുംബത്തിലുള്ള പ്രേക്ഷകർക്കും പറ്റുന്ന സിനിമയാണ്. കാരണം എപ്പോഴും പറയും, അമ്മമാരെ ഈ പ്രസവ വേദന എന്ന് പറയുന്ന ഒരു ലോകത്തിലെ ഏറ്റവും വലിയ പെയിൻ അതാണ് എന്ന് തന്നെ പറയും. ഞാനും ഒരു മോളുടെ അച്ഛനാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ പറയുമായിരുന്നു, എൻ്റെ മോൾ എൻ്റെ കയ്യിലേക്ക് കൊണ്ടേ തരുമ്പോഴുണ്ടാകുന്ന ഒരു പെയിൻ എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണ്. ഒരു ഹാപ്പിനെസ്സിൻ്റെ പെയിൻ, ഒരു അച്ഛൻ എന്നുള്ള നിലയിൽ ഒരു ഹാപ്പിനെസ് ഉണ്ടാവും. അതേപോലെ ഒരു പെയിൻ എന്ന് പറഞ്ഞാൽ കുഞ്ഞ് എന്താ പറയുക, പഠിത്തം കഴിയുക അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞാൽ പോലും ഹാപ്പി ആയിട്ടാണ് ജീവിക്കണമെങ്കിലും ഒരു അച്ഛനെ സംബന്ധിച്ച് അമ്മയ്ക്കൊപ്പം തന്നെ അതിനേക്കാൾ കുറച്ചുകൂടി കൂടുതൽ ആ ഒരു പെയിൻ അയാളുടെ അവസാനം വരെ നിൽക്കും എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ ഒരു പെയിനുള്ള ഒരു അച്ഛനാണ് വാവച്ചൻ. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ എന്താ പറയുക, നമ്മുടെ ഒരു ഇപ്പോഴത്തെ ഒരു ഇത് പോകുന്നതല്ലേ. അതുകൊണ്ട് തന്നെയാണ് പെൺകൊച്ചുങ്ങൾക്ക് എങ്ങനെയാണ്, അതിനകത്തൊരു വലിയൊരു മെസ്സേജ് കൂടെയുണ്ട് ഈ സിനിമയ്ക്ക്. എങ്ങനെ ഒരു പെൺകൊച്ചുങ്ങൾ സ്കൂൾ മുതൽ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് അവരുടെ സുരക്ഷിതത്വവും കാര്യങ്ങളും, അതിലുണ്ടാവുന്ന പെയിൻ എന്താണ്, അതിനെയൊക്കെ ഇത് ചെയ്തിട്ട് കയറി വരുന്ന ഒരു കുടുംബമാണ് ഈ വാവച്ചനും കുടുംബവും. അത് പ്രേക്ഷകരെ ഏറ്റെടുത്തു. അഭിപ്രായത്തിൽ ഏറ്റെടുത്തു കുറച്ച് പേര് മാത്രമല്ല. അത് എന്നെ സംബന്ധിച്ച് കേരളം മുഴുവൻ തിയേറ്ററിലോട്ട് ആ ഓഡിയൻസ് വന്നാൽ മാത്രമേ എന്നെ സംബന്ധിച്ച് അല്ലെങ്കിൽ എൻ്റെ ക്രൂവിനെ സംബന്ധിച്ചുണ്ടാവുള്ളൂ. എന്നെ സംബന്ധിച്ച് ഇനി ഇങ്ങനെ ഒരു അഭിപ്രായമുള്ളൊരു സിനിമ തിയേറ്ററിലേക്ക് ആളുകൂടെ വന്നാൽ മാത്രമേ എനിക്ക് നിലനിൽപ്പുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും തിയേറ്ററിലോട്ട് വരണം എന്നുള്ളത് തന്നെയാണ് എന്നെ സംബന്ധിച്ച് പറയാനുള്ളത്. ബാക്കിയിരിക്കുന്നത് എൻ്റെ പാർട്ട്ണറാണ്. എൻ്റെ ഈ ഒരു സിനിമ നമ്മളൊരു ഉദ്ദേശിച്ച ബഡ്ജറ്റിനേക്കാൾ ഹൈയിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ നമ്മളൊരു സിനിമ എപ്പോഴും, പ്രത്യേകിച്ച് ആ ഒരു ടെറൈൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ തുടങ്ങിയപ്പോൾ അത്രയും ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നില്ല, 32ഓളം ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഒന്നൊരു ബഡ്ജറ്റ് ഹൈയിലോട്ട് വന്നത് ലാസ്റ്റ് മൂമെൻറ്റിലോട്ട് മൈ ബ്രദറിൻ്റെ പുള്ളിക്കാരനാണ് എന്നോടൊപ്പം ഈ ഇതിനകത്ത് പ്രൊഡ്യൂസറായിട്ടുള്ളത്. അപ്പോൾ പുള്ളിക്കാരനും വന്നു. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഒരു വലിയൊരു ഹാപ്പിനെസ് ഉണ്ട്. ഈ സിനിമ വീരമലയൻ എന്ന് പറഞ്ഞ സിനിമ നെക്സ്റ്റ് മന്ത് തമിഴ് വെർഷനായിട്ട് തന്നെ നമ്മൾ തമിഴ്നാട്ടിൽ റിലീസ് ചെയ്യാണ്. വലിയൊരു കമ്പനിയുമായിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. മാർച്ചിൽ അതിൻ്റെ ഇപ്പോൾ പോസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് മുമ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. തിയേറ്റർ നമ്മൾ 111 തിയേറ്ററുകളാണ് കേരളത്തിൽ മൊത്തം നമ്മൾ റിലീസ് ചെയ്തത്. അതിൽ കഴിഞ്ഞ ഈ ഒരാഴ്ചത്തെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ 15-16ഓളം സിനിമകളാണ് നമ്മൾ ആ സെയിം ടൈമിൽ വന്നത്. അപ്പോൾ നമുക്ക് ഷോർട്ട് ടൈം കൂടുതലും കിട്ടിയിരിക്കുന്നത് അറിയാമല്ലോ. ഒരു സിനിമയുടെ ഇപ്പോൾ തിയേറ്റർ എനിക്കുണ്ടെങ്കിൽ പോലും സിനിമകൾ എന്ന് പറയുന്നത് വലിയ സിനിമകൾ, വലിയ കമ്പനികൾ, ഇത് നമ്മൾ വിതരണവും നമ്മൾ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് പല ഷോസും നമ്മൾ 11 മണിക്കൊക്കെയാണ് ഷോ കിടക്കുന്നത്. ഇപ്പോൾ ഒരുപാട് തിയേറ്ററുകളിലോട്ട് അത് ഒരു ഫസ്റ്റ് ഷോ സെക്കൻഡ് ഷോ, കാരണം നമ്മൾ 11 മണിക്ക് ഒരു ഷോ വെച്ചാൽ കോളേജിൽ നിന്ന് മാത്രമുള്ള കുട്ടികൾ കയറുന്നില്ല, കുടുംബം അടച്ചത് സാധാരണ ജോലിക്ക് പോകുന്ന മെജോറിറ്റി ഓഡിയൻസ് ഉണ്ട് സിനിമയ്ക്ക്. അവർ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഈ ഫസ്റ്റ് ഷോ സെക്കൻഡ് ഷോ ഒക്കെയാണ്. ഞാൻ തിയേറ്ററിലൂടെ ഉള്ളതുകൊണ്ടേ പറയുകയാണ്. അങ്ങനത്തെ സ്റ്റേഷനിലോട്ട് ഇപ്പോൾ കയറി വരുവാണ്. ഇപ്പോൾ മെജോറിറ്റി തിയേറ്ററുകൾ അങ്ങനത്തെ സ്റ്റേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ UAE ഫുൾ ചെയ്തപ്പോൾ അവിടുത്തെ ഡിസ്ട്രിബ്യൂട്ടർ പറഞ്ഞു, കാര്യം അവിടെ ഈ നൊയമ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ബിസിനസ്സിനെ ഭയങ്കരമായിട്ട് ബാധിക്കും. രണ്ടാമത്തെ ഒരു വെച്ചാൽ നമ്മൾ 13-ാം തീയതി തുടങ്ങിയാൽ ഇനിയുള്ളൊരു വലിയ പടങ്ങൾ വരുന്നത് 6-ാം തീയതിയാണ്, മാർച്ച് 6-ാം തീയതിയാണ്. അപ്പോൾ പ്രേക്ഷകരത് ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഒരു കണ്ടിന്യൂസ് എങ്ങനെ അങ്ങോട്ട് പോകും എന്നെല്ലാം കരുതിയിട്ട് തന്നെയാണ് ഇത്രയും പടങ്ങളുടെ ഇടയിൽ നമ്മൾ കൊണ്ടുവന്ന് വെച്ചത്. പക്ഷേ എന്നാൽ പോലും ആ ഇറങ്ങിയ അഭിപ്രായത്തിൻ്റെ മുമ്പിൽ നല്ല രീതിയിൽ ഇപ്പോൾ കയറി വരുന്നുണ്ട് പടം. ഒരു നെഗറ്റീവ് റിവ്യൂ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഒരു സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനിമയെ കറക്റ്റ് ടാർഗറ്റ് ചെയ്ത് അടിക്കുന്ന ഒരു ഉറപ്പായിട്ടും അങ്ങനെ ഒരു ഇതുണ്ടെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അതിൻ്റെ തെളിവുകൾ ഒരുപാടുണ്ട്. അത് ആരാണ് എന്താണെന്ന് പറയില്ല. സിനിമ കണ്ടിട്ട് യഥാർത്ഥമായിട്ടുള്ള ഒരു അഭിപ്രായം പറഞ്ഞാൽ നല്ലതാണ്. ഒരിക്കലും ഇങ്ങനെയുള്ള ഒരു സപ്പോർട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ കൊച്ചു സിനിമകൾ, അപ്പോൾ അത് കൊച്ചു സിനിമകൾ എന്ന് പറയുന്നത് എവിടെ, ഇപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഒരു ബഡ്ജറ്റ് ഹൈ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ എങ്ങനെയാണ് ഇതിനകത്തേക്ക് ഫണ്ട് കൊണ്ടുവന്ന് ഇട്ടിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് പ്രേക്ഷകരേക്ക് മുമ്പിൽ കൊണ്ടുവന്ന് ഇട്ടെന്നുള്ളൊരു പെയിൻ എനിക്ക് അറിയുന്നതാണ്. അപ്പോൾ ഇതിലുള്ള മെജോറിറ്റി പൈസകളും എനിക്ക് തിരിച്ചു കൊടുക്കേണ്ടതായിട്ടുള്ള പൈസകളാണ്. കാര്യം എന്നെ സഹായിച്ചിട്ടുള്ള ഒരുപാട് പേരുണ്ട്. നമ്മളൊരു ബഡ്ജറ്റിൽ നിന്ന് കയറി പോകുമ്പോൾ നമ്മൾ അവിടെ നിന്നും ഇവിടെ നിന്നും ഒക്കെ ഈ പൈസ കൊണ്ടുവന്നിട്ടിട്ട്, അപ്പോൾ അത് കറക്റ്റ് ടാർഗറ്റ് ചെയ്ത് നോക്കിയിട്ട് സിനിമ കണ്ടതിന് ശേഷമുള്ള അഭിപ്രായങ്ങളാണ് യഥാർത്ഥമായിട്ട് എഴുതേണ്ടത്. അത് അങ്ങനെ 1-2 നെഗറ്റീവ് റിവ്യൂസ് വന്നു, അത് അവർ എഴുതുക. പക്ഷെ ഞാനെപ്പോഴും എനിക്കൊരു വിശ്വാസം എന്ന് പറഞ്ഞാൽ പ്രേക്ഷകർ കണ്ട് യഥാർത്ഥമായിട്ടുള്ള സിനിമ കണ്ടു കഴിഞ്ഞാൽ അത് കയറിപ്പോവും. അപ്പോൾ ആ നെഗറ്റീവ് റിവ്യൂസിലൂടെ പടം താഴ്ന്നു പോയിരുന്നെങ്കിൽ എന്നെ സംബന്ധിച്ച് അത് വലിയ പെയിൻ ആയിരിക്കുമായിരുന്നു. പക്ഷേ അതിനെല്ലാം എപ്പോഴും ഉണ്ട് വിശ്വാസം, അന്ധവിശ്വാസം എന്ന് പറയുന്ന പോലെ വിശ്വാസം അല്ലെങ്കിൽ നല്ലത് എന്താണെങ്കിലും പ്രേക്ഷകർ 100% കണ്ടന്റ് നല്ലതാണെങ്കിൽ പൊക്കിക്കൊണ്ടുവരും. അത് പൊങ്ങി വരുന്നുണ്ട്. അതിൻ്റെ തുടക്കത്തിൽ കുറച്ച് അത് നെഗറ്റീവായിട്ട് അത് ബാധിച്ചു.
പക്ഷെ അഭിപ്രായം മൊത്തം അറിഞ്ഞുകൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തിയേറ്ററിലോട്ട് കളക്ഷൻ കയറി വരുന്നുണ്ട്. 45 ഡേയ്സ് എടുത്തു. നമ്മൾ ഇടുക്കിയിൽ തന്നെയായിരുന്നു. ആ ലൊക്കേഷനിലായിട്ട് നമ്മൾ ആദ്യം നമ്മളൊരു 28-30 ഡേയ്സ് ആയിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ അവിടെ ഒരു 6 മണി 7 മണി വരെയൊക്കെ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അത് വലിയൊരു മലയുടെ മേളിലാണ്. സിനിമ കണ്ടു കഴിഞ്ഞാൽ അറിയാം, അത് ഒരുപാട് എന്താ പറയുക, അവിടെ നിന്ന് ഇറക്കി കൊണ്ടുവരിക, ആർട്ടിസ്റ്റും ടെക്നീഷ്യൻസിനെയൊക്കെ ഇറക്കി താഴത്തോട്ട് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ വലിയ റിസ്ക്കാണ്. അപ്പോൾ നമ്മൾ കൂടുതൽ സമയവും നമ്മളൊരു ഡേ പരിപാടികൾ തീർത്തിട്ട് നൈറ്റ് ഉള്ള സീക്വൻസും അങ്ങനെ കുറച്ച് ടൈം കൂടിപ്പോയി. അപ്പോൾ വളരെ സേഫായിട്ട് അതിനകത്ത് ഷൂട്ടിംഗ് ഡേയ്സ് അല്ലെങ്കിൽ ബഡ്ജറ്റ് കയറിപ്പോലും കുഴപ്പമില്ല. എല്ലാവരും സേഫ്റ്റിയാണ് പ്രധാനം എന്ന് വിചാരിച്ച് ചെയ്തുകൊണ്ടാണ് ഒരു 45 to 48 ഡേയ്സ് നമ്മൾ ഫസ്റ്റ് ഷെഡ്യൂൾ വെച്ചത്. പിന്നെ അതിനുശേഷം സോങ്ങിൻ്റെ ഒരു 5 ദിവസം കൂടെ എക്സ്ട്രാ പോയി. ഇപ്പോൾ ഏകദേശം ഒരു 53 ഡേയ്സ് നമ്മൾ ഷൂട്ട് മാത്രമായിട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ പോസ്റ്റ് പ്രൊഡക്ഷനിൽ VFX അധികം ഉള്ളത് കൊണ്ടും പോസ്റ്റ് പ്രൊഡക്ഷനും അത്യാവശ്യം നല്ല രീതിയിലേക്ക് പോയി. അല്ല, ഉറപ്പായിട്ടും തീർച്ചയായിട്ടും തിയേറ്ററിൽ പ്രേക്ഷകരെങ്ങനെ സ്വീകരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ OTT ആണെങ്കിലും സാറ്റലൈറ്റ് ആണെങ്കിലും ബിസിനസ് എന്ന് പറഞ്ഞ് നടക്കുന്നത്. പല സിനിമകളും തിയേറ്ററിൽ ഓടാണ്ട് OTTയിലും സാറ്റലൈറ്റിലും വരുമ്പോൾ ഇത് തിയേറ്ററിൽ ഓടിയിരുന്നു അല്ലെങ്കിൽ ഇത് തിയേറ്ററിൽ കാണേണ്ടതായിരുന്നു എന്ന് തോന്നുന്ന ഒരുപാട് സിനിമകളുണ്ട്. നമ്മളെ സംബന്ധിച്ച് 100% ഇത് തിയേറ്ററിൽ തന്നെ വന്ന് കാണേണ്ട ഒരു സിനിമയാണ്. ഒരിക്കലും നമ്മളൊരു OTTയിലോ നമ്മുടെ ഫോണിലോ നമ്മൾ എന്തൊക്കെ സൗകര്യങ്ങൾ ഇപ്പോൾ ഉണ്ടാവുന്ന മോഡേൺ ഹോം തിയേറ്ററിൽ ഉണ്ടെങ്കിൽ പോലും അതിനൊക്കെ നമ്മൾ ഒന്നാതെ ഡോൾബി അറ്റ്മോസിലാണ് ഈ പടം ചെയ്തിരിക്കുന്നത്. വെള്ളിമല എന്ന് പറയുന്ന ഒരു സ്ഥലത്തൊരു ഫീൽ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. കാര്യം ഒരു സിനിമയെ സംബന്ധിച്ച് നമ്മൾ മൊബൈലിൽ കണ്ടാലും അല്ലെങ്കിൽ കണ്ടാലും അതിനെ ഫുള്ളായിട്ട് ഇത് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം നമ്മൾ അതിൻ്റെ ഇടയിൽ പരസ്യങ്ങൾ വരും, പല ചിന്തകളും വരും. ഇന്നത്തെ കാലത്ത് ഒരു 2-2.25 മണിക്കൂറാണ് നമ്മുടെ സിനിമ. ഈ 2.25 മണിക്കൂറും ഞാൻ ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഞാൻ പല പ്രാവശ്യം സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ ഓഡിയൻസിനെയാണ് കൂടുതൽ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആ കൂടോത്രം എന്ന് പറഞ്ഞ സബ്ജക്റ്റിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു സിനിമയിൽ നിന്ന് വേറെ ഒരു ഒന്നിലേക്ക് പോകുന്നില്ല എന്നുള്ളതാണ് കാര്യം. ഓൺലി ഫോക്കസ് ടു സിനിമ തന്നെയാണ് കാര്യം. ഓഡിയൻസിനെ കാണുന്ന പ്രേക്ഷകരെ അത് ആ 2.5 മണിക്കൂർക്ക് അവർക്ക് പിടിച്ചിരുത്താൻ പറ്റുന്നുണ്ട്, അവർ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ പലരും പറയുന്നത് ഈ സിനിമ കഴിഞ്ഞിറങ്ങിപ്പോൾ അവർ ഹോണ്ട് ചെയ്യുന്നു. അപ്പോൾ ഞാൻ പല സിനിമകളും എന്നെ സംബന്ധിച്ച് എന്നെ ഹോണ്ട് ചെയ്ത ഒരുപാട് സിനിമകളുണ്ട്. ഓൺ ദ സ്പോട്ടിൽ ഒരു അഭിപ്രായം പറഞ്ഞിട്ട് രാത്രി ഉറക്കമില്ലാണ്ട് നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ പല കാര്യങ്ങൾ. അതിൽ പ്രധാനമായിട്ടും പറയുന്നത് അച്ഛന്മാരാണ്. കാര്യം അവരിൽ ഒരാളായിട്ട് തോന്നുന്നു അച്ഛൻ, വാവച്ചൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ. അത് അവർക്ക് ഭയങ്കരമായിട്ട് ഇമോഷണലായിട്ട് കണക്റ്റ് ആകുന്നു. ഇത് അപ്പോൾ OTTയിലും സാറ്റലൈറ്റും ഒക്കെ ബിസിനസ്സിന് വരണമെങ്കിൽ പ്രേക്ഷകർ തിയേറ്ററിൽ വന്നാൽ മാത്രമാണ് എന്ന് ഇത് ചെയ്യുന്നത്. പിന്നെ ഇപ്പോഴത്തെ ഒരു വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് 15 ദിവസം 20 ദിവസം കഴിയുമ്പോൾ OTTയിൽ വരുമല്ലോ, അതുകൊണ്ട് നമുക്ക് എന്തിനാണ് തിയേറ്ററിൽ പോയിട്ട് കാണേണ്ടത് എന്നുള്ളതൊരു കുറച്ച് ഓഡിയൻസ് മീൻസ് കുറേ ആൾക്കാരെ അങ്ങനെ കരുതിക്കൂട്ടി മീൻസ് അത് സിനിമയെ ഇതല്ല. പക്ഷേ അങ്ങനെ പെട്ടുപോകുന്നത് ഇതുപോലെ നമ്മൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ സ്വരുക്കൂട്ടി കൊണ്ടുവരുന്ന പാവപ്പെട്ട പ്രൊഡ്യൂസേഴ്സാണ്. പാവപ്പെട്ട പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത് പ്രൊഡ്യൂസർ ഇപ്പോൾ സ്ട്രോങ് ആയിരിക്കാം, പക്ഷേ സിനിമയൊക്കെ റിലീസിന് ശേഷം പാവപ്പെട്ട അവസ്ഥയിലേക്ക് പോകുന്ന ഒരുപാട് പേര് നമ്മുടെ മുമ്പിലുണ്ട്. വെള്ളിമല എന്നല്ല, അത് കഞ്ഞിക്കുഴിയിലുള്ള ഒരു സ്ഥലമാണ്. വെള്ളിമല എന്നുള്ളത് നമ്മുടെ സിനിമയിലിട്ട ഒരു പേരാണ് വെള്ളിമല എന്നുള്ളത്. ഞാൻ ഈ കഥ വായിക്കുമ്പോൾ ഇപ്പോൾ റേച്ചൽ ഇവിടെ ഇരിക്കുന്നുണ്ട്. റേച്ചലെ ഞാൻ കണ്ടിരിക്കുന്നത് മോഡേൺ കോസ്റ്റ്യൂമിലും അങ്ങനത്തെ റീൽസ് ആണെങ്കിലും എല്ലാം അങ്ങനെയാണ്. പക്ഷേ എൻ്റെ ഈ സിനിമയിൽ ആ കഥാപാത്രം ആക്കിയെടുക്കാൻ പറ്റും എന്നെനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഇരിക്കുന്ന റേച്ചലല്ല ആ സിനിമയിൽ കയറി കഴിഞ്ഞാൽ. ഇപ്പോൾ നമ്മുടെ ഡിനോയി പാസ്റ്ററിൻ്റെ മകനായിട്ട് ചെയ്തിരിക്കുന്ന കഥാപാത്രം. ഡിനോയുടെ സിനിമകൾ ഞാൻ പലതും സമയം ഞാൻ ഈ ഡിനോയുടെ ക്യാരക്ടർ ജോഷുവ എന്ന് പറഞ്ഞ ക്യാരക്ടർ വേറൊരു ആർട്ടിസ്റ്റ് ചെയ്താൽ കുറേ കൂടെ ബെറ്റർ ആവുമെന്ന് എന്നെക്കൊണ്ട് തോന്നിയില്ല. ഞാൻ ഇത് ഈ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ ഇപ്പോൾ അതുപോലെ എല്ലാ ആൾക്കാരും ഇപ്പോൾ പ്രമോദ് വെളിയനാട് ചെയ്തിരിക്കുന്ന പാസ്റ്ററിൻ്റെ ക്യാരക്ടറുണ്ട്. ഇപ്പോൾ MLA എന്ന് പറഞ്ഞ സലീം കുമാർ ചെയ്തിരിക്കുന്ന ക്യാരക്ടറുണ്ട്. അങ്ങനെ ഇപ്പോൾ ദിയ ചെയ്തിരിക്കും. ഇപ്പോൾ മേരി എന്ന് പറഞ്ഞ വാവച്ചൻ്റെ ഭാര്യയായിട്ട്. കാര്യം ദിയയുടെ കോസ്റ്റ്യൂമും അല്ലെങ്കിൽ ദിയയുടെ റീൽസും എല്ലാം ഞാൻ കണ്ടിരിക്കുന്നതാണ്. പക്ഷേ ആ കഥാപാത്രത്തിലേക്ക് ഇവർക്ക് വരാൻ പറ്റും എന്ന് ഉറപ്പായിട്ട് എനിക്കുണ്ടായിരുന്നു. കാര്യം അങ്ങനത്തെ ഒരു ടെറൈനാണ്. ഈസി ആയിട്ട് അതിലെ സബ്ജക്റ്റ് അത്രയും ക്യാരക്ടേഴ്സ് സ്ട്രോങ് ആണ്. ഇപ്പോൾ വാവച്ചൻ എന്ന് പറയുന്ന ഒരാൾ ബൈജു എഴുപന്ന എന്ന് പറഞ്ഞ സംവിധായകൻ മാത്രമേ ഉള്ളൂ. ഈ സംവിധായകനായിട്ട് ഞാനിവിടെ ഇരിക്കുന്നുണ്ട്. വാവച്ചൻ എന്നെ സംബന്ധിച്ച് ഇപ്പോഴും ഞാനാണ് ചെയ്തതെന്നുള്ള എനിക്ക് വിശ്വസിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ പറ്റുന്നില്ല. വേറൊരാളായിട്ട് തന്നെയാണ് വാവച്ചൻ. അത് ഇടുക്കിയിൽ ഒരാളുണ്ട് അങ്ങനെ ഞാൻ ചെയ്തു എന്നുള്ളത് ഞാൻ എൻ്റെ സ്ക്രീനിൽ കാണുമ്പോൾ ഞാനത് ഡബ് ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും
അല്ലെങ്കിൽ എൻ്റെ ADCനോട് പറയുമ്പോൾ അയാൾ കുറച്ചുകൂടെ അങ്ങനെ ചെയ്താൽ ഇങ്ങനെ. അപ്പോൾ എന്നെ സംബന്ധിച്ച് അയാൾ എന്നുള്ള രീതിയിൽ ഒരാൾ തന്നെയായിട്ടാണ് ഞാൻ കണ്ടിരിക്കുന്നത്. ഓരോ കഥാപാത്രങ്ങളും അത് ആ സ്ക്രിപ്റ്റിൻ്റെയും കൂടെ ഒരു ഗുണമാണ്, അല്ലെങ്കിൽ ആ സ്ഥലത്തിൻ്റെ ഗുണമാണ്. അതിനേക്കാൾ ഉപരി ഞാൻ വിശ്വസിക്കുന്ന ഒരു ഡിവൈൻ പവർ എന്നുള്ള, ഞാൻ എപ്പോഴും പറയും ഐ ആം നോട്ട് ഡയറക്ടർ. എൻ്റെ ഡയറക്ടർ ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ജീസസ് ആണെന്ന് ഞാൻ 100% ഞാൻ തുറന്നു പറയുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ ഒരു ഡയറക്ഷൻ എന്ന് പറയുന്ന ഒരു തിങ്കിങ് എനിക്ക്, അല്ലെങ്കിൽ ഇങ്ങനെ ചിന്തകൾ അങ്ങനെ ചെയ്യും സ്ക്രിപ്റ്റ് ഉണ്ടായപ്പോൾ ഇങ്ങനെ ആയിരുന്നില്ല. അതിൽ ഒരുപാട് ഡൈവേർഷൻ. ഇപ്പോൾ ക്ലൈമാക്സ് പോലും ഞാൻ മാസ്റ്ററായിട്ട് സംസാരിക്കുമ്പോൾ നിങ്ങൾ സിനിമ കണ്ടതാണ്. അങ്ങനത്തെ ഒരു ഡൈവേർഷൻ പോലും, വീരമലയൻ എന്നുള്ള ഡൈവേർഷൻ പോലും ആ മാസ്റ്റർ നമ്മൾ ഷൂട്ട് തുടങ്ങുന്നതിന് അതായത് ആ സീൻ എടുക്കാൻ തുടങ്ങുന്നതിന് മുമ്പാണ് അങ്ങനത്തെ ഒരു ഡൈവേർഷൻ ഇവർക്കറിയാം. അങ്ങനെ അല്ലാണ്ട് സാധാരണ ഒരു ഫൈറ്റ് പരിപാടികൾ അല്ലെങ്കിൽ നിരീക്ഷണം ഈ വാവച്ചൻ വീരമലയൻ എന്ന് പറഞ്ഞൊരു സാധനത്തിലോട്ട് കയറിയത് അപ്പോഴാണ്. അപ്പോൾ എനിക്ക് അങ്ങനെയുള്ള ചിന്തകൾ തന്നത് ഞാൻ വിശ്വസിക്കുന്നു. സെയിം വീരമലയൻ എന്ന് പറയുന്ന ടൈറ്റിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ബിസിനസ് സംസാരിച്ചപ്പോൾ ഇത് കറക്റ്റ് ഒരു തമിഴ് തെലുങ്ക് കണ്ടന്റ് കൂടെ ആണല്ലോ, മലയാളം പോലെ തന്നെ അവർക്കും കൂടുതൽ റിലേറ്റ് ചെയ്യാവുന്ന ഇപ്പോൾ സബ്ജക്റ്റുകളാണല്ലോ കൂടുതൽ. നമ്മളിപ്പോൾ ചില മലയാള സിനിമകൾ നമുക്ക് തമിഴിൽ കൊണ്ടുപോയി ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ വിജയിക്കണമെന്നില്ല. അവർക്കൂടെ കണക്റ്റ് ആവുന്ന ഒരു കാര്യം ഒരു മിത്ത് എന്നുള്ളൊരു അതായത് നമ്മുടെ വീരമലയൻ എന്നുള്ള ഒരു ഇത് കിടക്കുന്നത് കൊണ്ട് അതിനെ കണക്റ്റായിട്ട് പോകുന്നതുകൊണ്ടാണ് ഈസിയായിട്ട് ഇത് തമിഴിലും തെലുങ്കിലും ഇപ്പോൾ അവർ ബിസിനസ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സ്ട്രൈറ്റ് ഈ ആർട്ടിസ്റ്റിനെ വെച്ചിട്ട് തന്നെ റിലീസ് ചെയ്യാൻ പോകുന്നത്. കുറച്ച് ഡൈവേർഷൻസ് ഉണ്ട്. നമ്മൾ ഓൾറെഡി ആദ്യമേ അത് പ്ലാൻ ചെയ്ത് തന്നെയാണ്. ആ വെർഷൻ നമ്മൾ ഇതിനകത്ത് കണ്ടിട്ടില്ല. തമിഴ് വെർഷൻ വരുമ്പോൾ ആ വെർഷൻ ഉണ്ടാവും. ഒരു പൊസിഷനും ഒരു ഇതുമൊക്കെ ഉണ്ട്. അതായത് എങ്ങനെ അയാൾ അവിടെ നിന്ന് പ്ലേ ചെയ്യണം എന്നുള്ളത് ആസ് എ ആക്ടർ തന്നെയാണ് പ്ലേ ചെയ്യുന്നത്. ആ ഒരു സമയത്ത് നമ്മൾ ബാക്കിയുള്ള ആർട്ടിസ്റ്റിനടുത്ത ഒരു AD എനിക്ക് ഞാൻ അവിടെ വയ്ക്കുമായിരുന്നു. അതിനുശേഷം ഈ ഡയറക്ടർ എന്നുള്ള ഈ ബൈജു എഴുപുന്ന വാവച്ചൻ എന്ന് പറഞ്ഞ ആളിലോട്ട് മാറി ഞാൻ അവിടെ പോയിട്ട് പെർഫോം ചെയ്യുകയാണ് ചെയ്തിരുന്നത്. ആ വാവച്ചൻ പെർഫോം ചെയ്തതിന് ശേഷം ഞാൻ സീറ്റിൽ വന്നിരിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ആസ് എ ഡയറക്ടറിന് എന്താണ് വ്യൂ എന്നുള്ളത് ഞാൻ കറക്റ്റ് വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലാക്കി തന്നിരുന്നു അയാൾ, ഈ പറയുന്ന ആൾ. അപ്പോൾ ഞാൻ അയാളെന്ന് തന്നെ പറയുള്ളൂ. അയാൾ ഇന്ന രീതിയിൽ കുറച്ചുകൂടെ പെർഫോം ചെയ്താൽ നല്ലതായിരിക്കും. കൂടുതലും ഒരു ഫസ്റ്റ് ടേക്ക് പരിപാടികളിൽ ദൈവം ഓക്കെ ആക്കി തന്ന ഷോട്ടുകളാണ് അതിനകത്ത് കിടക്കുന്നത്. പിന്നെ അതിനകത്ത് വാവച്ചൻ എന്ന് പറയുന്ന ഒരാൾ എനിക്ക് തോന്നുന്നു നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അയാളൊരു അഭിനയമാണ് ചെയ്തിരിക്കുന്നതെന്ന് തോന്നുന്നില്ല. എന്നെ സംബന്ധിച്ച് പലരും പറയുന്നത് അയാൾ അവിടെ ജീവിച്ചു, അയാൾ ഈ വെള്ളിമലയിൽ ജീവിച്ചിരുന്ന ഒരാളാണ്. അയാൾ അവിടെയുണ്ട്. ഈ അച്ഛൻ ഈ ഭാര്യയുടെയും മക്കളുടെയും ഒരു പാവമായിട്ടുള്ള ഒരാളാണ്. ഞാൻ ചെയ്തിരിക്കുന്ന ക്യാരക്ടേഴ്സ് എല്ലാം ഒന്നെങ്കിൽ വില്ലനോടൊപ്പം അടിക്കാനും ഇടിക്കാനും നിൽക്കുന്ന, അല്ലെങ്കിൽ മസിൽ പവർ കാണിക്കുന്ന ക്യാരക്ടറുകളാണ്. ഒരിക്കലും അങ്ങനെ വാവച്ചൻ എന്ന് പറഞ്ഞൊരു പാവം കർഷകൻ ഇടുക്കിയിലുള്ള വെള്ളിമലയിലുള്ള അയാളുടെ കുടുംബവും ഈ മക്കളെയും മാത്രം അയാൾക്കൊരു എന്താ പറയുക ഒരു അമാനുഷികമായിട്ട് അല്ലെങ്കിൽ സാധാരണ ഒരു നായകന് തോന്നുന്ന ഒരു പരിപാടികളില്ല. അയാൾ അവിടെ ജീവിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് അയാളിലേക്ക് വേറൊരു ക്യാരക്ടറിലോട്ട് കയറി വരുമ്പോൾ ഉണ്ടാവുന്ന ക്ലൈമാക്സിൽ ഉണ്ടാവുന്ന ക്ലാപ്സ് പോലും അത് അയാൾ ജീവിച്ചത് കൊണ്ടാണ്. അപ്പോൾ ആസ് എ ഡയറക്ടർ എന്നുള്ള നിലയിൽ എനിക്ക് അദ്ദേഹത്തെ വേറൊരാളായിട്ട് തന്നെയാണ് കണ്ടിരുന്നത്. അത് ആ രീതിയിൽ തന്നെയാണ് പെർഫോം ചെയ്യിപ്പിച്ചിരുന്നത്. ആദ്യം എനിക്ക് ഒരു ദിവസമൊക്കെ കുറച്ച് ഞാൻ എൻ്റെ ചിന്തയിൽ ഞാൻ ക്യാമറ വെച്ച് ചെയ്യുമ്പോൾ ഡയറക്ടറും വാവച്ചനും ഒരാളായതുകൊണ്ട് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ള ഉണ്ടായിരുന്നു. പക്ഷേ അത് ഷൂട്ട് തുടങ്ങിയപ്പോൾ തന്നെ അത് നല്ല രീതിയിലേക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. ആഫ്റ്റർ റിസൾട്ട് ഇപ്പോൾ പറയുന്നത് ബൈജു എഴുപുന്ന എന്ന് പറഞ്ഞൊരു ഡയറക്ടറും അയാളുടെ മേക്കിംഗ് നല്ലതാണ്. വാവച്ചൻ എന്ന് പറയുന്ന ആ ക്യാരക്ടറും അതിഗംഭീരമായിട്ട് അയാൾ ചെയ്തു എന്നുള്ളത് പറയണം. എന്നെ സംബന്ധിച്ച് ഒരു ഡയറക്ടറായിട്ടുള്ള ബൈജു എഴുപുന്നയ്ക്ക് തന്നെയാണ് വാവച്ചൻ എന്ന് പറഞ്ഞ ഒരാളെ ഈ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ പറ്റിയത് എന്നുള്ളത് അത് ദൈവം തന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റാണ്. ഞാനിപ്പോൾ വേറൊരു ഡയറക്ടറിൻ്റെ മുമ്പിലായിരുന്നു വാവച്ചൻ ചെയ്തിരുന്നെങ്കിൽ വാവച്ചൻ പെർഫോം ചെയ്യും. അത് നിങ്ങൾ പറയുന്ന പോലെ അത് എന്താ പറയുക, അത് സംഭവിച്ചതാണ്. അതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ദൈവത്തിനാണ്. എൻ്റെ ഫസ്റ്റ് സിനിമ കാണാക്കൺമണിയാണ്. ബിജു മേനോൻ്റെ പേരായിട്ടാണ് ഞാൻ തുടങ്ങിയത്. ഇപ്പോൾ ഒരു മെയിൻ നായിക എന്ന് പറഞ്ഞിട്ട് മലയാളത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഒരു സിനിമ ചെയ്യുന്നത്. സിനിമ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ പറഞ്ഞ പോലെ ബൈജു ചേട്ടൻ്റെ ഡയറക്ഷൻ വൈസ് ആയിരുന്നു മെയിൻ. നമ്മൾക്കൊരു ആർട്ടിസ്റ്റിന് അത്രയും കംഫർട്ടബിൾ ആയിട്ട് വർക്ക് ചെയ്തൊരു ലൊക്കേഷൻ ആയിരുന്നു എനിക്ക്. അവിടെ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഈ വിഷ്വൽസ് കാണുമ്പോൾ ഞങ്ങളും ഭയങ്കര തിയേറ്ററിൽ വന്നപ്പോൾ ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. പക്ഷേ
അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾ ആ സിനിമ ചെയ്തത്. കാരണം അവിടെ നമ്മളൊരു വീട്ടിൽ ഇത്രയും ആർട്ടിസ്റ്റുകളും ആ മലയും കുന്നും എല്ലാം കയറി അവിടെ ഓൾറെഡി നമ്മൾക്ക് ക്ലൈമറ്റ് ഭയങ്കര ഇതായിരുന്നു, ഭയങ്കര ചൂടായിരുന്നു അവിടെ. അപ്പോൾ ആ ലൊക്കേഷൻ നമ്മൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണെങ്കിലും ദൈവം സഹായിച്ച് വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ ആ സിനിമ പോയി. ഇപ്പം മേരി എന്ന് പറഞ്ഞ കഥാപാത്രം എന്നെ സംബന്ധിച്ചോളം ഞാനും കുറച്ച് മോഡേൺ ക്യാരക്ടേഴ്സുകളാണ് എപ്പോഴും എനിക്ക് സിനിമകളിൽ വന്നിട്ടുള്ളത്. ഇങ്ങനൊരു മേരി എന്ന് പറഞ്ഞ കഥാപാത്രം പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നി. അത് നന്നായിട്ട് ചെയ്തു. ഒത്തിരി നല്ല മെസ്സേജസ് ഒക്കെ വരുന്നുണ്ട്. സിനിമ അറിഞ്ഞ് വന്ന് ആൾക്കാർ തിയേറ്ററിലോട്ട് കയറി വരുമ്പോൾ അതിനൊരു സമയം എടുക്കുന്നുണ്ടെന്ന്. അപ്പോഴേക്കും ഈ സംഭവിക്കുന്നത് പലതും, അയ്യോ ഞങ്ങളിത് അറിഞ്ഞിരുന്നില്ലല്ലോ, ഇത്രയും നല്ല സിനിമയായിരുന്നു, അല്ലെങ്കിൽ അത് കാണാൻ പറ്റിയില്ലല്ലോ എന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ ഒന്നുകൂടെ പറയാണ്, അത്രയും റിക്വസ്റ്റ് ചെയ്ത് പറയാണ്, നിങ്ങളുടെ ഒരു സപ്പോർട്ടെന്ന് പറയുന്നത് നിങ്ങളുടെ ആ ഒരു സപ്പോർട്ടിൽ തന്നെയാണ്. അല്ലെങ്കിൽ ബൈജു എഴുപുന്ന എന്ന് പറയുന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ എൻ്റെ ക്രൂവിന്, അല്ലെങ്കിൽ ഞങ്ങളുടെ ബൈജു ഏട്ടനെ തരുന്ന സപ്പോർട്ട് എന്ന് പറയുന്നത് കൊണ്ട് തന്നെയാണ് എനിക്കിവിടെ ഇരിക്കാൻ പറ്റുന്നതെന്നുള്ള ഞാൻ പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. പെർഫോമൻസ് ആണെങ്കിലും എല്ലാ ആർട്ടിസ്റ്റുകളുടെ ഇതാണെങ്കിലും സിനിമയുടെ മേക്കിംഗ് ആണെങ്കിലും ലൊക്കേഷൻ ആണെങ്കിലും ഗോപി സുന്ദറിൻ്റെ പാട്ടുകളാണെങ്കിലും എല്ലാം അടിപൊളിയാണ്. സോ സാർ നറേഷൻ ഫോൺ വഴിയിലായിരുന്നു നറേഷനൊക്കെ തന്ന്. ബിക്കോസ് അത് ആ സമയത്ത് ഞാൻ പുറത്തായിരുന്നു. സോ എനിക്ക് കാവൽ കഴിഞ്ഞിട്ട് ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. സോ അപ്പോൾ പിന്നെ ഈ ഒരു കോൾ വന്നപ്പോൾ എനിക്ക് ഓവറോൾ സിനിമ ഇഷ്ടപ്പെട്ടു. ഞാൻ കാവല് ഓൾമോസ്റ്റ് അഞ്ജനയും റേച്ചലിന് കാവല് ചെയ്ത ക്യാരക്ടർ ഓൾമോസ്റ്റ് സെയിം ആയിരുന്നു. പക്ഷെ ഒരു ഗ്യാപ്പിന് ശേഷം എനിക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ എനിക്ക് നോ പറയാൻ പറ്റിയില്ല. സോ ഞാൻ എൻ്റെ ഡേറ്റ് ഒക്കെ മാറ്റിയിട്ട് ഈ സിനിമ ജോയിൻ ചെയ്തിരുന്നു. സോ എക്സ്പീരിയൻസ് വൈസ് ചോദിച്ചാൽ ദിയ പറഞ്ഞ പോലെ കഷ്ടമായിരുന്നു. ആ ചൂടത്ത് ആ ടെറൈനിൽ ഷൂട്ട് ചെയ്യുന്നത് ഒരു ഈസി സംഭവമല്ല. എസ്പെഷ്യലി ആർട്ടിസ്റ്റിന് അറ്റ്ലീസ്റ്റ് നമുക്കൊരു അസിസ്റ്റൻറ്റ് കാണും. പക്ഷേ ഈ ടെക്നീഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടേതായ ഗാഡ്ജറ്റ്സ്, ക്യാമറ, ഇറ്റ് ഈസ് നോട്ട് ഈസി. സോ ശരിക്കും പറഞ്ഞാൽ ക്രെഡിറ്റ് അവർക്കാണ് കൊടുക്കേണ്ടത്. ബിക്കോസ് ദേ വർക്ക് വെരി ഹാർഡ്. അവർക്ക് ഡേ ആൻഡ് നൈറ്റ് ആയിരുന്നു ഷൂട്ട്. നമുക്ക് വീട്ടിൽ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. ആൻഡ് നമുക്ക് വി ആർ സോ മച്ച് ഹെൽപ്പ്. സോ അങ്ങനെ നോക്കുമ്പോൾ ഇറ്റ് വാസ് എ ഹോൾ ടീം എഫേർട്ട്. ആൻഡ് ബൈജു സാറിൻ്റെ കാര്യത്തിൽ സാറ് ഭയങ്കര ഒരു കാം ഡയറക്ടറാണ്. ഞാൻ ആദ്യമായിട്ടാണ് സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത്. സോ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. സാർ എല്ലാം അഞ്ജനയ്ക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ആ ഫിസിക്കൽ ട്രാൻസ്ഫർമേഷൻ എന്തായാലും നമ്മൾ സ്ക്രീനിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ ഒരു ട്രാൻസ്ഫർമേഷൻ ശരിക്കും ആയത്. ബിക്കോസ് എനിക്ക് തന്നെ കണ്ണാടിയിൽ നോക്കുമ്പോൾ ഐ കാൺട്ട് ഈവൻ റെക്കഗ്നൈസ് മൈ സെൽഫ്. അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ആ ഫ്രം റേച്ചൽ ഷീ ഹാസ് ബിക്കം അഞ്ജന. അതൊരു ആസ് എൻ ആക്ടർ എനിക്കൊരു സ്മോൾ വിന്നാണ്. സാറിൻ്റെ ഒരു വിഷൻ ഉണ്ടായിരുന്നു. സാർ എന്നെ വിശ്വസിച്ചിട്ടാണ് ഈ ഒരു ക്യാരക്ടർ തന്നത്. സോ ഇപ്പോൾ സ്ക്രീനിൽ നോക്കുമ്പോൾ ഐ എം ഹാപ്പി. എനിക്ക് എൻ്റെ ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ എൻ്റെ ലുക്കിൽ കാണുമ്പോൾ ഒരു ജസ്റ്റിഫൈഡ് പെർഫോമൻസ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. സോ അങ്ങനെ ഓവറോൾ എക്സ്പീരിയൻസ് നന്നായിരുന്നു. കുറേ ആർട്ടിസ്റ്റിൻ്റെ കൂടെ കോമ്പിനേഷൻസ് ഉണ്ടായിരുന്നു, സോങ്സ് ഉണ്ടായിരുന്നു ഡിനോവിൻ്റെ കൂടെ. സോ ഓവറോൾ ചോദിക്കുമ്പോൾ ഇറ്റ് വാസ് എ ഫൺ എക്സ്പീരിയൻസ്. കഷ്ടമായിരുന്നു, പക്ഷേ ഐ എൻജോയ്ഡ് ഇറ്റ്. എന്തായാലും ഇറ്റ് വാസ് എ നൈസ്. നമുക്ക് വെൻ യു പ്ലേ എ ക്യാരക്ടർ അത്രയ്ക്ക് സേഫായിട്ടും പ്ലേ ചെയ്യാൻ പറ്റില്ലല്ലോ. ബിക്കോസ് അതർവൈസ് ഷീസ് ദ ഗേൾ നെക്സ്റ്റ് ഡോർ, ഷീസ് ദ ഗുഡ് ഗേൾ. പക്ഷെ ആസ് എൻ ആക്ടർ ഒരു ചാലഞ്ചിങ് റോളും വേണം. ആൾക്കാർക്ക് ഇപ്പം യു നോ മീ ആസ് ദാറ്റ് ഗേൾ, അതൊരു കോൺവെർസേഷൻ സ്റ്റാർട്ടറാണ്. സോ അങ്ങനെ കുറച്ചും കൂടി ചാലഞ്ചിങ് ആയിട്ട് ചെയ്തോട്ടെ. അതിൽ ഞാൻ റിയൽ ലൈഫിലല്ലല്ലോ ചെയ്തത്. സോ അപ്പോൾ പിന്നെ ഐ എൻജോയ്ഡ് ഇറ്റ്. അതിൽ എന്താണ് ജസ്റ്റ് സ്റ്റോറി എത്തിയുണ്ടത്. സോ അത് ഇപ്പം ഞാൻ ഡയറക്ഷൻ ചെയ്യാൻ പോവാം. റൈറ്റിംഗ് ഡയറക്ഷൻ ആദ്യമായിട്ട് ഡയറക്ഷൻ ചെയ്യാൻ പോവാണ്. മമിത സംഗീത് പ്രൊജക്റ്റാണ്. സുരേഷ് ഏട്ടനുണ്ട്, സുരേഷ് കൃഷ്ണ, ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻസ് ആണ്. ബാക്കിയുള്ള കാസ്റ്റിങ്ങിലേക്കൊന്നും കടന്നിട്ടില്ല. കാരണം സമയം ഇനിയുണ്ട് ഇഷ്ടം പോലെ. നമ്മൾ ഒരു ഏപ്രിൽ എന്തൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം ഞങ്ങൾ ഒരു മെയിൻ ലൊക്കേഷൻ ഉണ്ട്, ഒരു ഫ്ലാറ്റ്. അത് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പം അതിൻ്റെ പുറകെ പോയിക്കൊണ്ടിരിക്കുക. കാരണം ഇവരുടെ ക്യാരക്ടേഴ്സിൻ്റെ അത്രയും തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ആ ഫ്ലാറ്റ്. ആ ഫ്ലാറ്റും അതിൻ്റെ പരിസരവും പ്രോപ്പർലി നമുക്ക് വേണം, നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ കിട്ടണം. അപ്പോൾ അതൊരു ഫോക്കസ് പോയിൻ്റായിട്ട് വെച്ചിട്ട് അതിൻ്റെ റെക്കി നടന്നുകൊണ്ടിരിക്കുകയാണ്. ബാക്കി കാസ്റ്റിങ്ങിലേക്കൊന്നും അതുകൊണ്ട് നമ്മൾ ഇരുന്നിട്ട് പോലും ഇല്ല. ഇവരെ നമ്മൾ ആദ്യമേ കമ്മിറ്റ് ചെയ്ത ആർട്ടിസ്റ്റുകളാണ്. പടം വെക്കുമ്പോൾ മെയിൻ ഹീറോ, ഹീറോയിൻ, വില്ലൻ.
അത് കഴിഞ്ഞിട്ടുള്ള ആളുകളിലേക്ക് നമ്മൾ ഒരു രീതിയിലും നോക്കിയിട്ടില്ല. ഇത് കിട്ടിയാലേ നമുക്ക് പടം നടക്കുള്ളൂ. അപ്പോൾ അതിൻ്റെ പുറകെ ആയതുകൊണ്ടാണ് ബാക്കിയുള്ള കാസ്റ്റിങ്ങിലേക്ക് ഇരുന്നിട്ടില്ല. ശരിക്കും ബൈജോട്ടൻ വഴിയാണ് ഞാൻ ഇതിലേക്ക് വരുന്നത് തന്നെ. കൂടോത്രം എന്ന് പറയുന്ന ആ മൂവി ഞങ്ങളുടെ ഫസ്റ്റ് പ്രൊജക്റ്റാണ്. ശരിക്കും അതിൻ്റെ സ്ക്രിപ്റ്റ് ഞങ്ങൾ വായിച്ചപ്പോൾ തന്നെ നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ കുടുംബ ബന്ധങ്ങൾക്ക് പ്രാധാന്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നല്ലൊരു മെസ്സേജ്, അതായത് സ്ട്രോങ് ആയിട്ടൊരു കണ്ടന്റ് അതിനകത്ത് ഞാൻ കണ്ടു. അങ്ങനെ നമ്മുടെ സമൂഹത്തിന് നല്ലൊരു മെസ്സേജ് കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് കൂടോത്രം കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. ശരിക്കും സിനിമ എന്ന് പറയുന്ന ഒരു ബിസിനസ് മാത്രമല്ല, പലരുടെയും സ്വപ്നങ്ങളും അവരുടെ പ്രയത്നങ്ങളുമാണ് ഒരു സിനിമ. ആ സിനിമ പ്രേക്ഷകരിലേക്ക് എത്തപ്പെടുമ്പോഴാണ് അവരുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുന്നത്. അന്നേരം ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത് കുടുംബ പ്രേക്ഷകരെയാണ്. കുടുംബ പ്രേക്ഷകർ അത് ഏറ്റെടുക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇപ്പം റീസെൻ്റ്ലി വരുന്ന റിവ്യൂസും അവരുടെ അഭിപ്രായങ്ങളും ഒക്കെ പോസിറ്റീവായിട്ടാണ് തന്നെ വരുന്നത്. ഞങ്ങളുടെ പ്രിയപ്പെട്ട മാധ്യമങ്ങളാണ് ഇത് പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടത്. നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് കൂടിയേ തീരുള്ളൂ.